ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്ര സീരിയലിലെ നാളത്തെ നല്ല ഒറിജിനൽ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡാണെങ്കിൽ വിക്രം വീട്ടിലേക്ക് എത്തിയിട്ട് കുറെ നാളിന് ശേഷം തന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ നല്ല സന്തോഷത്തോടെ കഴിക്കുകയാണ് വിക്രം കേട്ടോ. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്ദിനിക്കൊരു ആഗ്രഹം, വേദ എവിടെയാ ഉണ്ടെന്ന് രഹസ്യമായിട്ടൊന്ന് അറിയണോന്ന് വിക്രത്തോട് ചോദിക്കണ്ടേ. അല്ല, വേദന അവിടെ ഒറ്റക്ക് നിർത്തിയിട്ടാണോ വിക്രം ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, വേദ അവിടെ ഒറ്റക്കാണെന്ന് പറയുമ്പോ എവിടെയാണ് വിക്രം എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മാഷ് പറയണ്ട, എന്താ നന്ദിനി അതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറയട്ടെ. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി പോവാം, ഇങ്ങനെ കൊഞ്ചനം കത്തിട്ടൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ വിക്രത്തോട് അച്ഛൻ ചോദിക്കുന്നത്, നീ ഇന്ന് തന്നെ പോവാൻ വേണ്ടി തീരുമാനിച്ചു മോനെ? അതെ അച്ഛ, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, അത്ര വലിയൊരു കാര്യം ആയതുകൊണ്ടാ ഞാൻ തന്നെ മുൻകൈ എടുത്തു വന്നത്. വേദക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ? ഒരു കുഴപ്പമില്ലമ്മേ, അവള് സന്തോഷത്തോടെ ഇരിക്കുന്നത് എന്ന് പറയണ്ട്. ശേഷം വേദ നമ്മുടെ കമലിനെ വിളിച്ച് സംസാരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. വിക്രത്തിനും വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പൊ മാഷ് പ്രത്യേകം പറയണ്ട്, വിക്രം നീ എന്ത് കാര്യത്തിലും ഇനി എടുത്തു ചാടുമ്പോഴേക്കും മുമ്പ് ഞാനും നിന്റെ അമ്മയാണ് വിഷമിച്ചിരുന്നത്, പക്ഷെ ഇപ്പോ ഞാനും നിന്റെ അമ്മ മാത്രമല്ല വേദ വിഷമിക്കും. അത് നീ ആലോചിക്കണം. അവളുടെ വീട്ടുകാരെ ആരും കൂടെയില്ല, നീ മാത്രമേ കൂടെയുള്ളൂ. ആ ഒരു തോന്നൽ നിനക്ക് എപ്പോഴും ഉണ്ടാവണം. നീയാണ് അവൾക്ക് എല്ലാം. മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായച്ചാ. ഇനി ഞാൻ അങ്ങനെയൊന്നും ഏടാങ്കുടത്തിലൊന്നും എടുത്ത് ചാടില്ല അച്ഛാ. ശരി എങ്കിൽ നീ പോയിട്ട് വാ എന്ന് പറയാണ്. എന്തി ശ്രീജെടുത്തി എന്ന് ഞാൻ പോയിക്കോട്ടെ? ശരി എന്ന് പറയണങ്ങല്ല. എല്ലായിടത്തും യാത്ര പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പുറത്തേക്ക് പോവാട്ടോ. മാസ്ക് ഒക്കെ വെച്ചിട്ട് മുഖം മൂടിയേക്കണുണ്ട്. ആരും അറിയാതെ ഒരു സ്ഥലത്ത് മാറി നിൽക്കുന്നുണ്ട് വിക്രം. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ശ്രീയുടെ നമ്പർ എടുത്ത് ശ്രീയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ശേഷം ശ്രീയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ, ഇത് ശ്രീ അല്ലേ? അതെ അതെ, എന്റെ പേര് എന്താന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ മെസ്സേജിന് റിപ്ലൈ തരണം എന്ന് പറഞ്ഞിട്ട് വിക്രം ഫോൺ വെക്കുകയാണ്. ശ്രീ അപ്പൊ തന്നെ മെസ്സേജ് വായിച്ചു നോക്കാണ്. അതിലെഴുതിയേക്കുന്നത് വേറൊന്നുമല്ല, എന്നോട് ക്ഷമിക്കണം, എന്റെ പേര് വിക്രമാദിത്യൻ എന്നാണ്, വിക്രമാണ്. അതായത് നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിച്ച സന്തോഷ് തമ്മിൽ വിവാഹം കഴിക്കാൻ പോയ ശിവന്റെ അമ്പലത്തിൽ വെച്ചിട്ട് നിങ്ങളെ ബലപ്രയോഗം ഉപയോഗിച്ച് നിങ്ങളുടെ അച്ഛന്റെ ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയില്ലേ താലി പൊട്ടിച്ചിട്ട്, അതേ വിക്രം തന്നെയാണ് ഞാന്. എന്നിട്ട് ആ താലി ചാർത്തിയത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ കഴുത്തിലായിരുന്നു. വേദ എന്നായിരുന്നു അവളുടെ പേര്. അവളിപ്പോ എന്റെ ഭാര്യയാണ്. ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലും വന്നിട്ടുണ്ട്. ഫാമിലിക്ക് സമാധാനം ഇല്ല. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് സന്തോഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സന്തോഷാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞത്. അതിനെ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ഞാനാണ്. അല്ലെങ്കിൽ ഓരോരോ സെക്കൻഡ് ഞാൻ അതിനെ കുറിച്ച് ആലോചന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നീറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നാളെ രാത്രി ശ്രീയുടെ വീടിന്റെ മുമ്പിലേക്ക് വരും. ഒന്ന് പുറത്തേക്ക് വരാവോ? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരണം. സന്തോഷിന്റെ കൈകളെ നിങ്ങളെ എനിക്ക് ഏൽപ്പിച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് വിക്രം മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്നത്. അത് വായിക്കുന്ന ശ്രീ അവിടെ നിന്ന് പൊട്ടിക്കരയാട്ടോ. ശേഷം ആ ഒരു തീരുമാനം എടുക്കാണ് വിക്രത്തിന്റെ കൂടെ സന്തോഷിന്റെ അടുത്തേക്ക് പോവാന്ന്. അങ്ങനെ ശ്രീകുട്ടി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഒരു ബാഗിലേക്ക് നിറച്ചു വെക്കുവാണ്. വിക്രം രാത്രി വരുമ്പോഴേക്കും ആ വണ്ടിയിൽ കയറി പോകാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷെ അത് അതിനേക്കാളും പ്രശ്നം ശ്രീയുടെ വീട്ടുകാർ എങ്ങനെയോ ഇത് അറിയുന്നുണ്ട്, വിക്രത്തിനെ വീണ്ടും ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ ശ്രീനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ആരെങ്കിലും സഹായം വേണമല്ലോ. അതിനു വേണ്ടി ശ്രീകാര്യത്തിന്റെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ വിക്രം കേട്ടോ. രാത്രി കഥകിൽ മുട്ടുമ്പോഴേക്കും ശ്രീകാര്യം വാതിൽ തുറക്കാണ്. നോക്കുമ്പോ വിക്രത്തിനെ കാണാണ്. വിക്രത്തിനെ കണ്ടിട്ട് ആകെ ഷോക്ക് ആവാണ്. വിക്രം നീയോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അകത്തേക്ക് കയറ്റുവാട്ടോ. നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വേദ എവിടെ? വേദന സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് എവിടെയാണെന്ന് വിക്രം നമ്മുടെ ശ്രീകാര്യത്തിനടുത്ത് പറയുന്നില്ല കേട്ടോ. കാരണം വേദ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീകാര്യത്തിനെ കാണാൻ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരിക്കലും നമ്മൾ എവിടെയാണെന്നോ നമ്മുടെ ഉദ്ദേശം എന്താണെന്നോ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത്. അത് വിക്രം എന്തായാലും അനുസരിച്ചിട്ടുണ്ട്. വേദ എവിടെയാണെന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ എന്തിനാ വന്നിരിക്കണമെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അയാളെ കാണാൻ വേണ്ടി പോയി. അയാൾ എന്തായാലും ഇലക്ഷനൊക്കെ തോറ്റിരിക്കുകയല്ലേ, അതുകൊണ്ട് കാണാൻ പോയി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നാളെ നമ്മുടെ വിക്രം ശ്രീനെയും കൂട്ടിക്കൊണ്ട് സന്തോഷിന്റെ അടുത്തേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ അവര് വണ്ടിയിലേക്ക് പോകുന്ന സമയത്ത് വേറൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ എസ്റ്റേറ്റ് മാനേജർ ഉണ്ടല്ലോ, അയാളാണെന്നുണ്ടെങ്കിൽ പോലീസിനോട് പരാതിപ്പെട്ട് വിക്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് അവരുടെ ശല്യവും കൂടി ഉണ്ടാവും. അത് പഴയ എസ്റ്റേറ്റ് മാനേജർ, മനസ്സിലായോ? അപ്പൊ ആ പുള്ളിക്കാരനും കൂടി വരുന്നുണ്ട് ഇതിന്റെ ഇടയിലായിട്ട്. അപ്പൊ എന്തായാലും നാളെ ഭയങ്കര സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിനൊക്കെ ഒടുവിൽ അവസാനം നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ സ്ത്രീയെയും കൂട്ടിക്കൊണ്ട് സന്തോഷിന്റെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് വേറൊരു കാര്യം. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.